കവിതയുടെ പ്രസാദം ഏറ്റവും പുലർത്തുന്ന ഗദ്യകന്മാരിൽ ഒരാളാണ് ഗാന്ധി എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. വടകര സാരഥ സംഘം മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജ്ഞാനസ്നാനം പുസ്തക സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കവിതയുടെ പ്രസാദം ഏറ്റവും പുലർത്തുന്ന ഗദ്യകന്മാരിൽ ഒരാളാണ് ഗാന്ധി എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്ന് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ. വടകര സാരഥ സംഘം സംഘടിപ്പിച്ച ജ്ഞാനസ്നാനം പുസ്തക സംവാദത്തിൽ രചനയുടെ കൈവഴികളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർഗാത്മകതയുടെ പ്രഭവസ്ഥാനവും സ്രോതസ്സുമെല്ലാം ഒന്നു തന്നെയെന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് മഹാത്മാഗാന്ധിയിൽ ഉണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു തരി പോലും ചോർന്നു പോകാതെ മിടുക്കിന്റെയും സൂക്ഷ്മതയുടെയും വലിയ അടയാളങ്ങളാണ് സുഭാഷ് ചന്ദ്രന്റെ എല്ലാ കഥകളുമെന്ന് KT ദിനേശ് പറഞ്ഞു. സുഭാഷ് ചന്ദ്രന്റെ കഥാലോകം എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണിക്കാരനെ പോലെ ഒരു തരി പോലും ചോർന്നു പോകാതെ ആ രത്നത്തിൽ കൊത്തുപണി ചെയ്ത് അതിനെ ഒരു ആഭരണമാക്കി മാറ്റുന്ന ആ മിടുക്കിൻ്റെ ആ സൂക്ഷ്മതയുടെ വലിയ അടയാളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് മുഴുവൻ ഇവിടെ പറയാനുള്ള സമയം ഉണ്ടാവില്ല. ചില കഥകൾ അത് നമുക്ക് വ്യക്തിപരമായ ചില തിരഞ്ഞെടുപ്പുകളാണല്ലോ. അപ്പോൾ അത് എനിക്കിഷ്ടപ്പെട്ട ചില കഥകളെക്കാൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട കഥകൾ ഉണ്ടാവും. ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതത്തിലെ വരി നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാവും. അറിയാതെ ജനനിയെ പരിണയിച്ച ഒരു യവന തരുണൻ്റെ കഥ എത്ര പഴകി. പക്ഷേ സുഭാഷ് ചന്ദ്രൻ ഈ കഥയിൽ ചെയ്തിരിക്കുന്നത് ആ കഥ പഴകിയിട്ടില്ല, അത് വീണ്ടും തുടരുക തന്നെ ചെയ്യുന്നു എന്നാണ്. ജക്കോസ്റ്റയ്ക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ ഈഡിപ്പസിന് സംഭവിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം. സ്വന്തം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അദ്ദേഹം നിരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നിടത്താണ് ആ നാടകം അവസാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ ദുരന്തം എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ വിവാഹം കഴിക്കുകയാണ്. അച്ഛനെ കൊന്ന് അമ്മയെ വിവാഹം കഴിക്കുക, അതിനേക്കാൾ വലിയൊരു പാപം, അതിനേക്കാൾ വലിയൊരു ദുരന്തം ലോകത്തൊരാൾക്ക് നേരിടാനില്ല. അതുകൊണ്ടാണത് ട്രാജഡികളിലെ ട്രാജഡിയായി നമ്മൾ വാഴ്ത്തുന്നത്. ഇഡിപ്പസിൻ്റെ അമ്മ എന്ന കഥയിൽ നമ്മളൊരു തങ്കമണി ടീച്ചറെയാണ് കാണുന്നത്. ഈ ടീച്ചർ വിവാഹത്തിന് മുൻപ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. ഏതോ ഒരു തരത്തിലുള്ള ബന്ധത്തിലുണ്ടായതാണ്. അത് കുടുംബത്തിനൊക്കെ വലിയ മാനഹാനിയായതുകൊണ്ട് അവർ വിദൂരമായ ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ഒരിടത്തേക്ക് ട്രാൻസ്ഫറായി പോവുകയാണ്. അവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്. അവരുടെ മകനെ മറ്റൊരാളെ വളർത്താൻ ഏൽപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. ഈ പ്രസവിച്ച സ്ത്രീയാണെങ്കിലും പിന്നീട് ഇവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഭർത്താവിൻ്റെ കൂടെയാണ് താമസം. അവരെ ആളുകൾ മച്ചി തങ്കമണി എന്ന് വിളിക്കുന്നുണ്ട്. നോക്കൂ, ഈ ട്രാജിക് മാനത്തെ തങ്കമണി ടീച്ചർ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ആഴത്തെ ഏതളവിലാണ് കഥാകാരൻ ഇവിടെ വർദ്ധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചെറുകഥകളുടെ വൈവിധ്യം, അദ്ദേഹം സ്വീകരിക്കുന്ന വിഷയങ്ങൾ എന്നിവ കഥ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഭാഷയുടെ മാന്ത്രികതയും ശില്പഭംഗിയും മനോഹരമാണ്. ഉപ്പ് സത്യാഗ്രഹ ജാഥയുടെ അടരുകളെ സമകാലിക ഇന്ത്യൻ അവസ്ഥകളുമായി കോർത്തിണക്കുന്ന പല മാനങ്ങളുമുള്ള ഒരു രാഷ്ട്രീയ സ്ഫോടനമാണ് സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാനസ്നാനമെന്ന് P. ഹരീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. ഗാന്ധിയൻ സത്യാഗ്രഹത്തിന്റെ ദാർശനിക അടിത്തറ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെയും ജീവിത ദർശനങ്ങളെയും സഹനസമരത്തിന്റെ കൈവഴികളെയും പൂർണ്ണമായും സാംശീകരിച്ച ശേഷം നടത്തുന്ന അവലോകനങ്ങളും വിശകലനങ്ങളും താരതമ്യങ്ങളുമാണ് കൂടുതൽ ഫലവത്താകുക എന്നും ഹരീന്ദ്രനാഥ് പറഞ്ഞു. ചരിത്രവും ഭാവനയും എന്ന വിഷയത്തിൽ KV സജി പ്രഭാഷണം നടത്തി. രചനാ സൂക്ഷ്മതയുടെ സൗന്ദര്യ സന്ദർഭങ്ങളാണ് ഒരു കൃതിയെ വലുതാക്കി മാറ്റുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓംകാരം ഉച്ചരിക്കുന്ന ഗാന്ധിജി മാത്രമല്ല ജ്ഞാനസ്നാനം കഥയിൽ കാണുന്നത്. ക്രിസ്തു സദൃശനായ ഒരു മഹാത്മാവിനെ കൂടി കഥ ഭാവന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ VT മുരളി അധ്യക്ഷത വഹിച്ചു. മാതൃഭൂമി ബുക്സ് മാനേജർ K. നൌഷാദ് മുഖ്യാതിഥിയായി. PK രാമചന്ദ്രൻ സ്വാഗതവും P. ലിജീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.